നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകരുത് എന്ന് BJP ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടതായി അതിജീവിതയുടെ ഭർത്താവ്. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. പുറത്താക്കുന്നതിന് മുൻപ് തന്നോട് വിശദീകരണം ചോദിക്കാൻ പോലും പാർട്ടി തയ്യാറായിരുന്നില്ല. രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ഭർത്താവിന്റെ ആരോപണമാണ് പുറത്തുവരുന്നത്. യുവതിയുടെ ഭർത്താവിന്റെ കത്ത് രൂപത്തിലുള്ള ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാണ് തന്നെ പുറത്താക്കിയത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരു പഞ്ചായത്തിൽ 3 വോട്ടുകളുടെ കുറവിൽ BJP തോറ്റെന്നും അതിന് പ്രധാന കാരണക്കാരൻ ഈ അതിജീവിതയുടെ ഭർത്താവാണ് എന്നും ആരോപിച്ചുകൊണ്ടാണ് പുറത്താക്കിയത്. എന്നാൽ തന്നോട് വിശദീകരണം പോലും ചോദിക്കാതെ പാർട്ടി ഏകപക്ഷീയമായി പുറത്താക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ഗൂഢാലോചനയുണ്ടെന്നും പുറത്താക്കൽ നടപടിക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകുമെന്നും യുവാവ് പറയുകയാണ്. ഇന്നലെയാണ് യുവതിയുടെ ഭർത്താവിനെ യുവമോർച്ചയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അറിയിച്ചത്. BJP പഞ്ചായത്ത് സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പുറത്താക്കൽ നടപടിയെന്നുമായിരുന്നു വിശദീകരണം. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഒരു വോട്ടിൽ BJP 3 വോട്ടിന് തോറ്റിരുന്നു. അതിജീവിതയുടെ ഭർത്താവാണ് തോൽവിക്ക് കാരണം എന്ന ആക്ഷേപം പ്രദേശത്ത് BJP പ്രവർത്തകരും പ്രാദേശിക നേതൃത്വവും ഉയർത്തിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് തന്റെ കുടുംബജീവിതം തകർത്തെന്ന് ചൂണ്ടിക്കാട്ടി രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. തനിക്ക് വലിയ മാനനഷ്ടമുണ്ടായെന്നും വിവാഹിതയാണ് എന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചുവെന്നും തന്റെ അസാന്നിധ്യത്തിൽ അവസരമാക്കി രാഹുൽ പരാതിക്കാരെ വശീകരിച്ചെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് തന്റെ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാവാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് ഒരു പാർട്ടി അജണ്ടയാണ് എന്നാണ് ഈ ഒരു പരാതിക്കാരുടെ ഭർത്താവ് പറയുന്നത്. പാർട്ടി അജണ്ടയാണ്. മാത്രവുമല്ല, മറ്റ് ചില നേതാക്കൾ കൂടി ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതായത് CPM നേതാക്കൾ കൂടി, CPMന്റെ മറ്റ് ചില നേതാക്കൾ കൂടി ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതായത് രാഹുലിനെ ഏത് വിധേനയും തഴം താഴ്ത്താൻ, ഏത് വിധേനയും ഈ ഇലക്ഷനിൽ നിന്ന് പുറത്താക്കാനൊക്കെയുള്ള കളികൾ അവിടെ പാലക്കാട് മാത്രമല്ല പലയിടങ്ങളിലായി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പാലക്കാട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുകയില്ല. ഇനി മറിച്ച് ഒരു സ്വതന്ത്രനായി നിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ജയിക്കാനും ജയിക്കാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ജയിക്കും എന്ന് തന്നെയാണ് പലരും പറയുന്നത്. എന്തായാലും രാഹുൽ മാത്രമല്ല, മൂന്നാമതൊരാളെ കൂടി ഇതിനിടയിൽ ഉണ്ട് എന്ന് പറയുന്നു. അത് നേരത്തെ രാഹുലിന്റെ സുഹൃത്തായ ജോബിയും പറഞ്ഞിരുന്നു. തന്റെയും രാഹുലിന്റെ ഒരു കോമൺ ഫ്രണ്ട് കൂടി ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും മനനീക്ക് പുറത്തു വരാത്ത ആ വ്യക്തിയെ കൂടി അറിയേണ്ടതുണ്ട്. ആ വ്യക്തിയിലേക്ക് കൂടി ചോദ്യം ചെയ്യൽ പോകേണ്ടതുണ്ട്. എന്തായാലും 21 വരെ നമുക്ക് കാത്തിരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോടതിയുടെ നിലപാട് എന്താണെന്ന് കാത്തിരിക്കണം.